നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന റേഡിയൻ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ടോപ്പിക്. അതായത് ട്രിഗ്നോമെട്രിയുടെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്ന ചെറിയൊരു ടോപ്പിക്കായിട്ട് വരുന്ന റേഡിയൻ ആൻഡ് ഡിഗ്രിയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു വേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. The moon's distance from the earth is 3,60,000 kilometers and its diameter subtends an angle of 31 minutes at the eye of the observer. Find the diameter of the moon. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരാൾ ഭൂമിയിൽ നിന്നിട്ട് ചന്ദ്രനിലേക്ക് നോക്കുകയാണ്. അങ്ങനെ ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയും ചന്ദ്രനോടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 3,60,000 കിലോമീറ്റേഴ്സ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഡയമീറ്റർ, അതായത് ചന്ദ്രന്റെ ഡയമീറ്ററിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾ നോക്കുമ്പോൾ ആ രണ്ട് ഡയമീറ്റർ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഏകദേശം 31 മിനിറ്റ് ആംഗിളിൽ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ ചന്ദ്രന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഇതിപ്പം ഒരു മൂന്നാന്ന് വിചാരിക്കുക, ഇത് റേഡിയസ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ റേഡിയസ് ഇത് ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡയമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒബ്സർവർ ഈ രണ്ട് പോയിന്റിലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണണമെങ്കിൽ, അതായത് ആ ഒരു പോയിന്റ് ഫുള്ള്, അതായത് ഈ ഒരു ഡയമീറ്റർ ഫുള്ള് കവർ ചെയ്ത് കാണണമെങ്കിൽ അദ്ദേഹത്തിന് 31 മിനിറ്റ് ആംഗിളിൽ നോക്കണം. ഇത് എക്സ് ഭൂമിയിലെ പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ, ഇത് സെഡ്. അപ്പം ഈ വൈ സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയന്റ് ഇക്വേഷൻ ആണ്. അതായത് റേഡിയൻ ഈസ് ഈക്വൽ ടു ഡി ബൈ ആർ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ്. അപ്പം ആർക്ക് ലെങ്തും റേഡിയസും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുന്നു, ഇത് അതിൻ്റെ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളൊരു സർക്കിളിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പം ഈ ലെങ്ത്, അതായത് ഈ സർക്കിളിൻ്റെ ഈ ഒരു ബെൻഡ് വരുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമുക്ക് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് റേഡിയസ്. അപ്പം ഈ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ റേഡിയനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് തന്നിരിക്കുന്നത് 31 മിനിറ്റ് ആണ്. അപ്പം ആദ്യം നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു ഡി ബൈ ആർ. അപ്പം നമുക്ക് തീറ്റ തന്നിരിക്കുന്നത് ഡിഗ്രിയിലാണ്, അതായത് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം മിനിറ്റിനെ നമ്മൾ ആദ്യം ഡിഗ്രിയിലേക്ക് മാറ്റണം. ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 31 നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തീറ്റ കണ്ടുപിടിക്കുന്നു. 31 ബൈ 60 ഡിഗ്രിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 31 ബൈ 60 ഇൻറ്റു പൈ ബൈ 180. 180ലോട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. പൈ ബൈ 180 യൂസ് ചെയ്യും. നമ്മളിതിപ്പം നമുക്ക് റേഡിയനിലുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ഡി ബൈ ആർ. ഇതിൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3,60,000 ആണ്. അപ്പം നമ്മൾ ഇതിനെ എല്ലാം ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 31 ബൈ 60 ഇൻറ്റു പൈ ബൈ 180 ഈസ് ഈക്വൽ ടു ഡി ബൈ ആർ. ആർ എന്ന് പറയുമ്പോൾ 3,60,000. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സർക്കിളിലെ ഈ ഒരു ലെങ്തിന്, അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ആർക്ക് ലെങ്തിനായിട്ട് നമ്മൾ ഡയറക്റ്റ്, അതായത് ഈ വൈ സെഡിനെ നമ്മൾ ഡയറക്റ്റ് ഡയമീറ്റർ ആയിട്ട് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈ സെഡിനെ ആർക്ക് ലെങ്ത് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യാണ്. ഒരു ബെൻഡ് ആയിട്ടുള്ള, അതായത് ഒരു ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. കാര്യം ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അത് വലിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഈ എക്സ് സെഡ് എന്ന് പറയുന്നതിനെ നമ്മളൊരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം
ഈ എക്സിനെ നമ്മൾ സർക്കിളിന്റെ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ എക്സ് ഇസഡ് വൈ ഇസഡ്, അപ്പം വൈ ഇസഡിനെ ആർക്ക് ലെങ്ത് ആയിട്ട് എക്സ് ഇസഡിനെ റേഡിയസ് ആയിട്ട്. അപ്പം ഈ റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ദൂരത്തിനെ എടുക്കുക ഭൂമിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പം ഒരു സർക്കിളായിട്ട് അങ്ങ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഒരു സർക്കിളായിട്ട് വേണമെങ്കിൽ ആക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ സർക്കിളായിട്ട് ആക്കിയെടുക്കുമ്പോൾ എക്സ് അതിന്റെ സെന്റർ വരും, എക്സ് ഇസഡ് അതിന്റെ റേഡിയസ് വരും, വൈ ഇസഡ് ആർക്ക് ലെങ്ത് ആയിട്ട് വരും. അപ്പം നമുക്ക് ഏകദേശം ഇതേപോലെ തന്നെ ഈ ഒരു ഐഡിയയിൽ തന്നെ കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് പ്രോബ്ലത്തിന്റെ ബാക്കിയിലേക്ക് പോകാം. അപ്പം നമ്മളവിടെ ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ആർക്ക് വൈ ഇസഡ് നമ്മളങ്ങ് കൺസിഡർ ചെയ്യണം. അതിന് നമുക്ക് ബാക്കി ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു 3,60,000. അപ്പം നമ്മൾ അടുത്ത ഡി എന്ന് പറഞ്ഞ് എഴുതുന്നത് 31/60 ഇൻറ്റു 5/180 ഇൻറ്റു 3,60,000. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോയി, 6 36 6, അതായത് 36ൽ 6 തവണ വരും, പിന്നെ 2 0 600. 600ന് ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 36. പിന്നെ 18ൽ 3 തവണ 6 വരും, 600ൽ 100 ടൈംസ് വരും. നമുക്ക് ആൻസർ എഴുതാൻ വരുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ 31 ഇൻറ്റു 5 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി നമ്മൾ പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പം 31 ഇൻറ്റു 100 3100 ഇൻറ്റു 22 ബൈ 7 ഇൻറ്റു 3 which is equal to 68,200 the whole divided by 21 which is equal to, അതായത് 68,200നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3,247.62 കിലോമീറ്റേഴ്സ്. ഇതാണ് മൂണിന്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പം ഫൈനൽ ആൻസർ വരിക the diameter of the moon is equal to 3,247.62 kilometers. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ. താങ്ക് യു.